ഹലോ ഫുട്ബോൾ ഫാൻസ്, ആർസണൽ ഫാൻസ്, വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ. മല്ലു ടോക്സ് ആർസണലിന്റെ മറ്റൊരു റിവ്യൂ മാച്ച് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, കണ്ടില്ലേ എന്റെ ചിരിയാണെന്ന് മനസ്സിലായല്ലോ ഏത് മാച്ചാണെന്ന്. യെസ്, PSV ആർസണൽ റൗണ്ട് ഓഫ് 16 ഫസ്റ്റ് ലെഗ് അവേ മാച്ച് മത്സരത്തെ കുറിച്ചാണ്. 7-1 ഒരു ത്രാഷിംഗ് വിജയം. അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വളരെ ഫുട്ബോളിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി നിൽക്കാനുള്ള എല്ലാ തത്രപ്പാടും കഴിഞ്ഞ് അവസാനം ഒരു ഗോൾ മഴ ഇന്നലെ കണ്ടു. സന്തോഷം. ഇതുകൊണ്ടൊന്നും വലിയ സംഭവം ഉണ്ടാവുന്നല്ല, ബട്ട് എനിവേസ് നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ ഡിസ്കസ് ചെയ്യുന്ന മറ്റാരുമില്ല, നമ്മുടെയൊക്കെ ദീപക് ബ്രോ ആണ്. പുതിയ രൂപത്തിലായിരിക്കും, നിങ്ങളാരും പേടിക്കണ്ട. ഹലോ ബ്രോ, നമസ്കാരം. ആൾക്കാരെന്നെ മനസ്സിലാക്കുന്നു തോന്നുന്നു. പുതിയൊരു വിധങ്ങൾ പിടിച്ചല്ലേ, പുതിയൊരു സ്റ്റൈലിങ് പിടിച്ചല്ലേ. ആർസെനൽ തോറ്റല്ലോ, ഇനി ഈ സ്റ്റൈൽ നോക്കിയാണ് ടൈറ്റിൽ അടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഷേവ് ചെയ്യാന്നല്ലോ പറഞ്ഞിട്ടുണ്ട്. ഇല്ല ടൈറ്റിൽ അടിച്ചില്ലെങ്കിൽ സേവ് ചെയ്യാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മാറ്റം. മാറ്റം പ്രീമിയർ ലീഗ് പോയി കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള ചിന്തയാണല്ലോ. ഇപ്പൊ ഇനി ക്വാർട്ടർ ഫൈനലാണോ നമ്മൾ ചിന്തിക്കേണ്ടത്. അതെ, ഞാനത് ഇങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയോളം ഇങ്ങനെ ഫുട്ബോൾ എല്ലാത്തിൽ നിന്നൊക്കെ മാറി ഒന്നും കാണണ്ടെന്നുള്ള അവസ്ഥ. അങ്ങനെയാണെങ്കിലും എനിക്കിപ്പോ ഇന്നലത്തെ കളി കൊണ്ടിട്ട് എന്താ സന്തോഷം ഇല്ല. സന്തോഷമില്ല. സന്തോഷത്തിനെക്കാട്ടും അത്ഭുതവും അതിശയവും ഇങ്ങനെയൊക്കെ ഇവന്മാർക്ക് കളിക്കാൻ അറിയോ എന്നൊരു റിയലൈസേഷനും ആണ് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ കളിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കാരണം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് 4 കളിയിൽ നിന്ന് ആർസനൽ ആകെ 1 ഗോളേ അടിച്ചിട്ടുണ്ടായുള്ളൂ അതിന് മുന്നേ. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റ കളി കൊണ്ട് തീർത്ത് 7-1. അതിൽ ഓരോ ഗോളും വെച്ച് മറ്റേ കളിയിൽ കൊടുത്തിട്ട് ഇന്നലത്തെ കളിയിൽ ഒരു 3-1 ജയിച്ചു കഴിഞ്ഞാൽ പോലും വി ആർ ഹാപ്പി. കാരണം അവേ ഗെയിമാണ്. അപ്പം അതിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവേ ഫാൻസും അറ്റ്മോസ്ഫിയർ. അവിടെ പോയിട്ട് 7-1 ജയിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കമൻഡബിൾ. ഏതൊരു അവേ മാച്ചിൽ പോയി ഏതൊരു മാച്ചിലും 7 ഗോൾ അടിക്കുന്നത് ഒരു വലിയൊരു കാര്യം, കമന്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ലെറ്റ് അലോൺ ഒരു ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 അവേ മാച്ച് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും കൊണ്ട് എന്താ എന്റെ എക്സ്പെക്ടേഷനിൽ വലിയ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഈ സീസൺ ജസ്റ്റ് ഒരു വാച്ച് മാത്രമാണ്. മാക്സിമം ഈ പറഞ്ഞ പോലെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ നമുക്ക് ഈ എന്താ പറയാ ക്വാർട്ടർ ഫൈനൽസ് ഒക്കെ എത്തുക, എന്നിട്ട് പറയുന്ന പോലെ ഏത് മെഡ്രിഡ് അറിയില്ല, ലുക്സ് ലൈക്ക് റിയൽ മെഡ്രിഡ് എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ബട്ട് ഒരു ടൈയുടെ ബാക്കിയുണ്ട്. അപ്പം ഒരു ബിഗ് ഡിഫറൻസ് നമ്മുടെ സിസ്റ്റത്തിലും ടീമിലും ആർച്ചറ്റയ്ക്കാണെ പോലും നോർമൽ ഫുട്ബോൾ കാണുന്ന ഏതവനും മനസ്സിലാവുന്ന ക്ലിയർ പിക്ചറാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ആർസനൽ തന്നതും പണ്ട് തൊട്ട് തന്നുകൊണ്ടിരിക്കുന്നതും. ആർച്ചറ്റ വന്ന കാലം തൊട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾസ് റിപ്പീറ്റഡ്ലി ആയിക്കൊണ്ടിരിക്കുക. ഇന്നലത്തെ കളിയിൽ അത് ക്ലിയർലി എവിഡന്റ് ആയിരുന്നു. കാരണം യുവന്റസ് ഒക്കെ പോലത്തെ ഒരു ടീമിന്റെ അടുത്ത് 1-0 നിന്നിട്ട് അവര് തിരിച്ചുപോയി 3-1 അടിച്ച് യുവന്റസിനെ തോപ്പിച്ച് 4-1 3-1 കൊണ്ട് അടിച്ച് അവര് തോപ്പിച്ച് ക്വാർട്ടറിൽ കയറിയ ഒരു ടീം. ലൈക്ക് നല്ലൊരു സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു, അത്രയ്ക്ക് സ്ട്രോങ്, നമ്മളെ പണ്ട് വിറപ്പിച്ചിട്ടുള്ള ഒരു ടീമാണ്. ആ ടീമിനെ പോയി ഇറ്റ്സ് ലൈക്ക് പീസ് ഓഫ് കേക്ക് എന്നൊരു സിറ്റുവേഷനിൽ പോയി 7-1 ജയിക്കാന്ന് പറഞ്ഞാൽ ഓപ്പൺ പ്ലേ ചാൻസസ് അല്ലെങ്കിൽ സ്പേസ് ഇട്ട് കിട്ടുന്ന കളികളിൽ ആർസനൽ ഇപ്പം പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ പോലും ഡോമിനേറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തെളിയിച്ചു. കാരണം ഈവൻ ദോ സ്ട്രൈക്കേഴ്സും ഫോർവേഡ്സും ആരും ഇല്ലാണ്ട് പോലും ഇത്രയും ഗോൾ അടിക്കാൻ പറ്റുമെങ്കിൽ ഇമാജിൻ ഇഫ് സാക്ക ആൻഡ് മാർട്ടിനിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി. അതിന്റെ പ്രോപ്പർ സ്ട്രൈക്കറും കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ എത്ര എണ്ണം വീണേന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക്. ഡെഫിനറ്റ്ലി ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ PSVയുടെ കഴിഞ്ഞ 2.5 വർഷത്തെ കഴിഞ്ഞ 2.5 വർഷം എടുത്ത് നോക്കുവാണെങ്കിൽ അവര് ആകെ ഒരു ഹോം ഡിഫീറ്റ് അവർക്ക് മൊത്തത്തിലുള്ളൂ. അങ്ങനെ ഒരു സ്റ്റാറ്റ് ഞാൻ വായിച്ചു. സെക്കൻഡ് ഡിഫീറ്റ് ഇതായിരുന്നു. ലൈക്ക് അതും വല്ലാത്തൊരു, കാരണം നമുക്കറിയാം ഒരു ആർസണൽ ഫാൻ പോലും ഇന്നലെ കളിക്ക് മുമ്പ് ജയിക്കണമെന്ന് പോലും നിർബന്ധം പിടിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഡ്രോ കിട്ടിയാൽ മതി. ഞാനൊക്കെ പറഞ്ഞ ഇത് തോറ്റാ പോലും
1-0 തോറ്റാലും കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ സീസണിലെ പോർട്ടോ ആയിട്ട് 1-0 തോറ്റത്. ഹോമിൽ സെക്കൻഡ് ലെഗ് വരുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും, അവിടെ പിടിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ള ആ ഒരു ഇതില്. പക്ഷെ ഇന്നലെ കണ്ടതൊരു ത്രാഷിംഗ് പരിപാടിയായിരുന്നു. ആകെ അതായത് ആസ് ഫാൻസ് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. ലൈക് നമ്മുടെ ഫുൾ പ്ലേയേഴ്സ് ഉള്ളപ്പോൾ പോലും നമ്മൾ 7 ഗോൾ അടിച്ച് കണ്ടിട്ടില്ല. ഓഫ്കോഴ്സ് ഇന്നലെ PSV എന്ന് പറഞ്ഞ ടീം മോശമായിട്ടാണ് കളിച്ചത്, അത് പറയണം. ഡിഫെൻസീവ്ലി അവർ വളരെ മോശമാണ്. പിന്നെ ചാമ്പ്യൻസ് ലീഗാണ്, ചാമ്പ്യൻസ് ലീഗിന്റേതായ ഒരു എന്താ പറയാ ഗ്യാപ്പ്, അതായത് ഡിഫെൻസീവില്, അതായത് കുറച്ചുകൂടെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സ്പേസ് കിട്ടും. പ്രീമിയർ ലീഗ് പോലെ അല്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു പക്ഷെ എന്നാലും ഒരു ബേസിക് പെർഫോമൻസ് ലെവൽ, അതായത് പ്ലേയേഴ്സിന്റെ പെർഫോമൻസിൽ ഒരു വ്യത്യാസം നമ്മൾ കണ്ടില്ല. എന്തുകൊണ്ടാണ് ഇത് ഇവർക്ക് പ്രീമിയർ ലീഗിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു ഇന്റൻഷൻ? സിമ്പിൾ എക്സാമ്പിൾ ഇന്നലത്തെ കളികളിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ടായി ഗെയിമില്. പിന്നെ ഇപ്പം കുറെ പ്ലേയേഴ്സ്, നമ്മുടെ 1-2 പ്ലേയേഴ്സ് ഒന്നും പക്ക ഫോമിലോ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ്, എസ്പെഷ്യലി ഒഡേഗാർഡ് ഫുൾ ഫോമിലും അല്ലെങ്കിൽ നല്ല പാസുകൾ എല്ലാം ഫുൾ ടൈം എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലിംസസ് ഉണ്ടായിരുന്നെങ്കിലും പുള്ളി ഫുൾ ടച്ചിലല്ലായിരുന്നു. നോർമലി മറ്റേ പ്രീമിയർ ലീഗിൽ കാണിക്കുന്ന സെയിം പെർഫോമൻസ് ആണ് സത്യം പറഞ്ഞാൽ കാണിച്ചത്. ബട്ട് സിറ്റുവേഷൻസ് വന്നു, പുള്ളി 2 ഗോൾ അടിക്കുകയും ഒരു അസിസ്റ്റ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് വി ആർ കീപ്പിംഗ് എവറിത്തിങ് അസൈഡ്. അത് മറ്റേ നെഗറ്റീവ് ഭാഗം കാണുന്നില്ല. അതാണ് പ്രശ്നം ആ കളിയിൽ. ലെറ്റ്സ് സേ ആ കളിയിൽ നമ്മൾ 1-1 ആയിട്ട് നിന്നു, അല്ലെങ്കിൽ 2-2 ആയിട്ടോ 2-1 ആയിട്ടോ നിൽക്കുവാണെങ്കിൽ ഈ എല്ലാ പോയിന്റ്സും അപ്പോഴും വരും ഡിസ്കഷൻ. നമ്മളിപ്പോ ഇത് മിണ്ടാത്തത് ഇത്രയും ഗോൾസ് വന്നുകൊണ്ട് യു ആർ മോർ കോൺസെൻട്രേറ്റഡ് ടുവേർഡ്സ് ഗോൾ. അതാണ് പ്രീമിയർ ലീഗിനെ സംബന്ധിച്ച എല്ലാ ടീമിനും ഇപ്പൊ അറിയാം, ലോ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആർസനലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്ന ഇറ്റാലിയൻ ലീഗ്സിലോ സ്പാനിഷ് ലീഗ്സിലോ കളിക്കുന്ന ഒരു ടീമിനും അങ്ങനെ അതർ ബാറിങ് അത്ലറ്റിക് ഓർ ഇറ്റാലിയൻ ലീഗ്സ് അല്ല, ലെറ്റ്സ് സേ ഫ്രഞ്ച് ലീഗ്സിലോ ജർമ്മൻ ലീഗ്സിലോ കൂടുതലും ലാലിഗ ടീംസ് ഒക്കെ കുറെ ഇങ്ങനെ ലോ ബ്ലോക്ക് ഇടുന്നതല്ല. അവർക്ക് ഈ പൊസിഷൻ ഗെയിമും അങ്ങനെ സെറ്റ് ചെയ്ത് കളിക്കുന്നതാണ് അവർക്ക് സത്യം പറഞ്ഞാൽ. ലോ ബ്ലോക്ക് അവർ അങ്ങനെ കളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ബാറിങ് സർട്ടൺ ടീംസ്, മേ ബി അത്ലറ്റിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇപ്പൊ റീസെന്റ് യുവന്റസ് അങ്ങനെ കളിക്കുന്നുണ്ട്, ഇന്റർ മിലാൻ അങ്ങനെയൊക്കെ കളിക്കുന്ന കുറച്ച് ടീമുകൾ. ബാറിങ് അതെല്ലാം അല്ലാണ്ട് എല്ലാവരും ഓപ്പൺ ആയിട്ട് കളിച്ച് രണ്ടുപേർക്കും ഈക്വലി ചാൻസ് കിട്ടുന്ന പോലെയാണ് കളിക്കുന്നത്. ആർസനലിന്റെ ഹിസ്റ്ററിയിൽ ആർസനൽ എപ്പോഴും ഓപ്പൺ ആയിട്ട് കളിക്കുന്ന ഗെയിമുകളിൽ ആർസനൽ നല്ല ചാൻസ് കിട്ടുന്നുണ്ട്, ആർസനൽ നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പയർ ടു പ്രീമിയർ ലീഗ് നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ക്ലിയർ ഡിഫറൻസ്. ഈ ഒരു മാച്ചിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ, ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഇതൊരു റെപ്ലിക്ക ആയിട്ട് എനിക്ക് തോന്നി. ഈ മാച്ച് സത്യം പറഞ്ഞ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. അതായത് ബ്ലൂ പ്രിന്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കളികളിലൊക്കെ ആക്ച്വലി കളിച്ച സ്റ്റൈൽ ഏകദേശം സിമിലർ ആണ്. ഈ പറഞ്ഞ ടാക്ടിക്കലി ഒക്കെ എനിക്ക് അത്ര വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ല. ഡിഫറൻസ് നമ്മുടെ പ്ലേയേഴ്സ് കുറച്ചുകൂടെ ഇന്റൻഷനോടെ കളിച്ചതായിട്ട് എനിക്ക് തോന്നി. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈവൻ നമ്മൾ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നതിന് മുമ്പ് PSVക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, ഒരു ഓപ്പൺ ചാൻസ് അവർ മിസ് ചെയ്തു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പ്രീമിയർ ലീഗിൽ അത് മിസ്സാവില്ല, അത് ചിലപ്പോൾ ഒരു ഗോൾ ആയിരിക്കും. അത് ആ ഒരു ഗോൾ പോയിരുന്നെങ്കിൽ നമ്മുടെ മെന്റാലിറ്റി കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയിട്ട് നമ്മൾ ആ കളി ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങനെ ഒരു സ്കോർ ലൈനിലായിരിക്കില്ല, നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല വന്ന് സംസാരിക്കും. സോ ഇന്നലത്തെ ആ ഒരു സംഭവിക്കാതെ തോന്നി. കാരണം നമ്മൾ ലക്കി ആയിരുന്നു, അവര് പോസ്റ്റ് തട്ടിപ്പോയി. പക്ഷെ ദെൻ ടിംബറിന്റെ ഗോൾ നമ്മൾ ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മൊമെന്റം കിട്ടി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ മാച്ച് നമ്മൾ കുറച്ചുകൂടെ. എനിക്ക് വേറെ 2-3 കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൗണ്ടർ അറ്റാക്കിംഗ് വൈസ് ഇപ്പം ഭയങ്കര പേസ് കൂടിയാണ് കളിച്ചത്. ഈ വെച്ചോണ്ടിരിക്കുന്ന സീനിലായിരുന്നു ലോങ് പാസും ത്രൂ പാസസും കുറെ പെട്ടെന്ന് പോയി കൗണ്ടർ അറ്റാക്കും പേസ് അറ്റാക്ക് ആയിരുന്നു ഉള്ളത്. പിന്നെ നീ പറഞ്ഞത് ഇപ്പം അവര് എടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ സമ്മർദ്ദത്തിലായേനെ, ദാറ്റ് ഈസ് വൺ കേസ് ടു ബി കൺസിഡർഡ്. പക്ഷേ നമ്മള് 3 എണ്ണം അടിച്ചിട്ട് അവരൊരെണ്ണം തിരിച്ചടിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഫസ്റ്റ് ഹാഫ് തീരുന്നത്. സെക്കൻഡ് ഹാഫിൽ വരുമ്പം കൺസർവേറ്റീവ് ആയിട്ട് കളിക്കാണ്ട് ഫ്രം ദ ഫസ്റ്റ് മിനിറ്റ് ഓഫ് സെക്കൻഡ് ഹാഫ് ഫുൾ ഓൺ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടും 4 എണ്ണം 5 എണ്ണം നിന്നിട്ടും സ്റ്റിൽ 2 എണ്ണം കൂടെ പോയി അടിക്കാൻ കാണിച്ചതാണ് ഇന്നലത്തെ സത്യം പറഞ്ഞ ഇന്നലത്തെ കളിയിൽ നിന്ന് പോസിറ്റീവ് സിറ്റുവേഷൻ. പക്ഷെ ആ പോസിറ്റിവിറ്റി ഇവര് ബാക്കിയുള്ള കളികളിൽ മുന്നോട്ട് കൊണ്ടുപോവോ ഇല്ലയോ ആണ് പ്രശ്നം. ഈ പോസിറ്റിവിറ്റി പ്രീമിയർ ലീഗിൽ വരുമോ? ഇല്ല. കാരണം എല്ലാരും ലോ ബ്ലോക്ക് ഇടും,
ഗെയിം സ്ലോ ആക്കും, സിമ്പിൾ ചാൻസ്. ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ വെന്നീരി ആണെങ്കിലും വേറെ എത്ര പ്ലേയേഴ്സ് ആണെങ്കിലും ഔട്ട്സൈഡ് ദ ബോക്സ് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു, എക്സ്ട്രാ അതെ. ടച്ച് എടുക്കുന്നില്ല. ആ ഡിഫറൻസ് സത്യം പറഞ്ഞാൽ അത് മൈന്യൂട്ട് ഡിഫറൻസസ് പ്ലേയേഴ്സ് ചെയ്താൽ തന്നെ കുറെ വ്യത്യാസം വന്നേനെ. അതിപ്പം ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. യെസ്. മൊത്തത്തില് മാച്ച് എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ആയിരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. വൺ സൈഡഡ് ആയിരുന്നു. ആസ് ആർസണൽ ഫാൻസ് ഇത് എക്സൈറ്റിംഗ് ആയിരുന്നു. ന്യൂട്രൽ ഫാൻസ് അതൊരു ബോർ ഫെസ്റ്റ് ആയെന്ന് ഉറപ്പാണ്. കാരണം 3 ഗോള് അല്ലെങ്കിൽ 4ാമത്തെ ഗോൾ പോയതോടെ കഴിഞ്ഞു, ആ ടൈ തീർന്നു എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് കുറച്ച് പ്ലെയർ പെർഫോമൻസിനെ കൂടെ നമ്മൾ എടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് ലൈനിലുള്ള ഈത്തൻ വെന്നേരിയുടെ പെർഫോമൻസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു കിട്ടിലം ഗോള് അല്ലെ, എന്താ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പം ആസ് ഓഫ് നൗ നമ്മുടെ ടീമില്, നമ്മുടെ സ്ക്വാഡില് നല്ല രീതിക്ക് ഫിനിഷിങ്ങും സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് വെന്നേരി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഫിനിഷ് ചെയ്യാനും പറ്റും, പ്ലേസ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ പവർ ഷോട്ട് എടുക്കാനും പറ്റുന്നൊരു 17 വയസ്സേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മള് ആലോചിക്കണം. വെന്നേരിയുടെ കാര്യം പറയുമ്പോ ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വെന്നേരിനെ ഇങ്ങനെ നമ്മൾ പറയൂലേ, വർഷങ്ങളായിട്ട് വി വർ വെയിറ്റിംഗ് ഓർ റിക്വസ്റ്റിംഗ് ഫോർ ഒരു ബാക്കപ്പ്. സാക്കയ്ക്ക് ബാക്കപ്പ് ആയിട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോ അവനൊരു കോമ്പറ്റീഷൻ ആവാൻ ചാൻസ് ഉണ്ട്. സ്റ്റിൽ കോമ്പറ്റീഷൻ ആണ് എന്ന് പറയുന്നില്ല. സാക്കയ്ക്കുള്ള പല കാര്യങ്ങൾക്ക് വെന്നേരിക്ക് ഇപ്പോഴും ഒന്ന് ബിൽഡ് ചെയ്യാനുണ്ട്. വെന്നേരിക്കുള്ള 1-2 കാര്യങ്ങൾ സാക്കയിൽ ഇല്ല. സോ ഇറ്റ് ഇസ് എ ബാലൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവന്റെ ഏജും എല്ലാം കൺസിഡർ ചെയ്ത് സാക്കയും അത്രയും പ്രായം കൂടിയൊന്നുമില്ല. സാക്കയ്ക്ക് 22-23 ഉള്ളൂ. പക്ഷെ കളിച്ച മെച്യൂരിറ്റി വെച്ചിട്ട് സാക്കയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു നല്ല രീതിക്ക് മെച്യൂർ ആയിട്ടുള്ള പ്ലെയർ ആണ് സാക്ക. പിന്നെ സാക്കയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സാക്ക ഏറ്റവും താഴെത്തളത്തിൽ പോലും, നമ്മൾ ഏറ്റവും മോശമായപ്പോ പോലും സാക്ക അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ പോലും നല്ലൊരു അതായത് നല്ല കളിക്കുമ്പോഴും സാക്ക ഇപ്പോഴും നമ്മളെ ക്യാരി ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെയാണ് വ്യത്യാസം. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ടോപ്പ് 2-ൽ മറ്റേ പ്രീമിയർ ലീഗിലാണ്, പോയിന്റ്സ് ടേബിൾ ടോപ്പ് 2. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ ഉള്ള അത്രയും അലമ്പ് പെർഫോമൻസ് തന്നെയായിരുന്നു വെച്ചോണ്ടിരുന്നത്. ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടായിട്ട് പോലും നോ വൺ വാസ് പെർഫോമിങ്. അപ്പോഴും യങ്സ്റ്റർ 17-year-old തന്നെ വേണ്ടി വന്നു, ലൈക്ക് ടു പുഷ് സംതിങ്. മനസ്സിലായി എന്ത് കളിയിലാണ് എല്ലാവരും പ്രതീക്ഷ വെന്നേരി എന്നുള്ള സീനിലോട്ട് പോയി. ഇപ്പം റൊസാഡോ ആരും ഒരു എന്തൊരു കളി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ചാറ്റോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് എവിടെയെങ്കിലും ചർച്ച വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒഡേഗാർഡില് വിശ്വസിച്ചോ അല്ലെങ്കിൽ ഒരു വിശ്വാസം വെച്ച് കളി കാണാനോ അല്ലെങ്കിൽ ട്രൊസാഡ് ഇന്ന് എന്തെങ്കിലും ചെയ്യും എന്നൊരു പ്രതീക്ഷയിൽ ആരും കളി കാണുന്നു. വെന്നേരി എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്ന പ്രതീക്ഷയാണ്. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടത് അവനത്, ആ പയ്യൻ അതിനെ ഗ്രാസ്പ് ചെയ്ത പ്രഷറിൽ ഇതായി പോവാണ്ട് പുള്ളി ആ പ്രഷർ എംബ്രേസ് ചെയ്തുകൊണ്ട് ആ പെർഫോമൻസ് ആഫ്റ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ആയിക്കൊണ്ടിരിക്കും. ഓരോ ഗെയിം കഴിയുമ്പോഴും പുള്ളി ആ റൈറ്റ് വിങ്ങിൽ എടുക്കുന്ന ബോള്, ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഈ ബേസിക്സ് ഉണ്ട്, ഫുട്ബോളിന്റെ ബേസിക്സ് വെന്നേരി എന്ന് പറഞ്ഞ പ്ലെയറിന് വളരെ പ്രോപ്പർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മെന്റലി മാത്രമല്ല, ഞാൻ പറഞ്ഞ ഓരോ ഫസ്റ്റ് ടച്ച് എടുക്കുന്നത്, ഫസ്റ്റ് ടച്ചസ് എന്ന് പറഞ്ഞ് ഫുട്ബോളിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് കളിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഫുട്ബോൾ കളിക്കുന്നവർക്ക് അറിയാം ഫസ്റ്റ് ടച്ച് ഒക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണ്. അത് വെന്നേരിക്ക് പ്രോപ്പർ ആണ്. ഏത് ആംഗിളിൽ നിന്ന് വരുന്ന ബോളും ഈസി ആയിട്ട് പുള്ളി ക്യാച്ച് ചെയ്ത് അവിടെ, കാരണം അത്രയും ടൈം അറ്റാക്ക് ചെയ്യാൻ നമുക്ക് കിട്ടുവാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി. 17 വയസ്സേ ഉള്ളൂ. അതിശയം തോന്നേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആയിരുന്നു സത്യം പറഞ്ഞ ജാക്ക് വിൽഷെയർ. പുള്ളിയാണല്ലോ, പുള്ളിയുടെ ഫസ്റ്റ് ടച്ചസ് ഒക്കെ നമുക്കറിയാം. വെൻ ഹി വാസ് ഫിറ്റ്, ആ പുള്ളിയുടെ ഫസ്റ്റ് ടച്ചസും ഒരു അൺഫോർച്ചുനേറ്റ് കരിയർ കിട്ടിയ ഒരു മനുഷ്യനാണ് ജാക്ക് വിൽഷെയർ. ലൈക്ക് അല്ലെങ്കിൽ ഒരു എന്തെന്നാ ഇഞ്ചറി കൊണ്ട് നശിഞ്ഞു പോയൊരു
മേജർ ടാലന്റ്. ഇപ്പൊ നമ്മൾ ഒഡേഗാർഡിനെ ഒക്കെ പറയുകയാണല്ലോ, അതിനെക്കാട്ടുമൊക്കെ എത്രയോ മേലെ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് സത്യം പറഞ്ഞ ഈ പറയുന്ന ഒരു പ്രീമിയർ ലീഗ് ലെജൻഡ് ആവേണ്ടിയിരുന്ന ഒരു അതെ പ്ലെയർ ആയിരുന്നു. അതെ അതെ. ആ ഒരു പ്ലെയർ ഇഞ്ചുറി കാരണം കുറെ നശിച്ചതും ആ പുള്ളി അപ്പം അവനറിയാലോ ഫസ്റ്റ് ടച്ചസ് ഒക്കെ. ഇപ്പൊ ഈ സ്കെല്ലിയുടെ പെർഫോമൻസോ അവന്റെ ആ ടീമിൽ നിന്ന് തന്നെയാണല്ലോ ഇവര് വന്നേക്കുന്നത്. മേ ബി ഹൂനോസ് ഇപ്പൊ ഹൂനോസ് ഇനിയും വരുമായിരിക്കാം. ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്പൊ നെക്സ്റ്റ് ഒരു വരുന്നു മാക്സ് ഡോമൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ വരുന്നു നമ്മൾ കേൾക്കുന്നുണ്ട്. മാക്സ് ഡോമൻ വളരെയധികം ഒരു നല്ലൊരു പ്രോസ്പെക്ട് ആണ്. പക്ഷെ 15 വയസ്സേ ഉള്ളൂ. ഈ പറഞ്ഞ സീനിയർ സ്ക്വാഡിലോട്ട് ഇടാൻ പറ്റാത്ത എന്തോ റൂൾസ് കാരണമാണ് ഇടാൻ പറ്റാത്തെന്ന്. 16. പക്ഷെ 15 ആക്ച്വലി 15 വയസ്സിലാണ് വെന്നീര് ഡെബ്യൂ ചെയ്തതെന്നാണ് എന്റെ ഓർമ്മ. 15 16. ഓക്കെ. അപ്പൊ എന്റെ ഒരു ഓർമ്മ 15 ആയിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി പ്ലേയേഴ്സിലോട്ട് പോവാം. എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ ആയിരുന്നു ഡെക്ലൻ റൈസ്. ഡെക്ലൻ റൈസിന്റെ കാര്യം പറയണമെന്ന് ശരിക്കും ഒരു ഹോഴ്സ് തന്നെ അല്ലേ, ഒരു ഹോഴ്സ്. എങ്ങനെ എവിടെ എല്ലായിടത്തും ഫുൾ ഗ്രൗണ്ടും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ഇത്രയും എനർജി, ഇത്രയും സ്റ്റാമിന, വല്ലാത്തൊരു തരം ഒരു പ്രകടനമായിരുന്നു ഇന്നലെ. എനിക്ക് തോന്നി ഭയങ്കര, അതായത് എല്ലാ മാച്ചിലും മിനിമം ഒരു 7 തരുന്ന ഒരു പ്ലെയർ ആണ് ഡെക്ലൻ റൈസ്. ഡെക്ലൻ റൈസിന് ഒരുപാട് ഈ പറഞ്ഞ ആൾക്കാർ ഒരുപാട് ക്രിറ്റിസിസം ഞാൻ കേൾക്കാറുണ്ട്. ഈ നമ്പർ 8 കളിക്കുമ്പം കൊള്ളില്ല. പക്ഷെ ആക്ച്വലി ആ നമ്പർ 8 പുള്ളി നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അറ്റാക്ക് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും അത് അണ്ടർ ദ റേഡാർ ആയി പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്രോയ്ക്ക് എന്താ തോന്നി? പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് നമ്പർ 8 നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന റൈസ് വരുന്നതിന് മുന്നേ ഷാക്കയിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നതും ഇപ്പം റൈസിന്റെ കിട്ടുന്നതും അതിന് നല്ല ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായോ? പക്ഷെ അവിടെ എന്ന് പറഞ്ഞാല് ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ മിനിമം 6.5 to 7 എന്ന ഔട്ട് ഓഫ് 10 എന്ന പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സീസണിൽ കൊടുക്കുന്നുണ്ട്, ബാറിംഗ് 1 or 2 ഗെയിംസ്. പക്ഷെ ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഇല്ല. സോ വി കനോട്ട് കൂടുതൽ റൈസിനെ ബ്ലെയിം ചെയ്യുന്ന കാര്യമില്ല. മനസ്സിലായി? ഇപ്പൊ ഏതൊരു കളി നമ്മൾ തോറ്റാലും എന്തെങ്കിലും ചെയ്താലും ഇറ്റ് ഈസ് നോട്ട് റൈസ് അറ്റ് ദ ഫ്രണ്ട്. ബ്ലെയിം ചെയ്യാൻ റൈസിനൊന്നും അങ്ങനൊന്നും ഇല്ല. ഈവൻ പാർട്ടി ഓടേക്ക് വരുമ്പോഴും റൈസിനാണ്. സോ റൈസ് ഹാസ് ടു ഇംപ്രൂവ്. റൈസിന് കുറച്ചും കൂടെ കിട്ടാം. പക്ഷെ അവൻ ആദ്യമായിട്ടാണ് ഈ സീസണിൽ അതിൽ ഇത് ജെല്ലാവാൻ കുറച്ച് ടൈം എടുക്കും. ഇനി വിച്ച് വേസ് 1 സീസൺ എന്തായാലും എടുക്കും. അതാ. അതെ അതെ. അതേപോലെ പറഞ്ഞു പോകേണ്ട മറ്റൊരു മൊമെന്റ് ആയിരുന്നു ലൂയിസ് കെല്ലിയുടെ ഒരു പെർഫോമൻസ്. അതായത് ആ ഒരു വെനീരിയുടെ ഗോളിന്റെ അസിസ്റ്റ് ലൂയിസ് കെല്ലി ആയിരുന്നു. എന്നിരുന്നാലും ആ ഒരു 18 വയസ്സുകാരന്റെ ഒരു തിളപ്പ് നമുക്ക് ഇന്നലെ ശരിക്കും കാണാൻ പറ്റും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കരിസ്മാറ്റിക്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും പറയും വെനീരിയും ലൂയിസ് കെല്ലിയും തോന്നുമ്പോൾ എനിക്ക് എപ്പോഴും ലൂയിസ് കെല്ലിയോട് ഒരു ഭയങ്കര ഒരു ഇത് എനിക്ക് തോന്നി. കാരണം പുള്ളിയുടെ ആ പയ്യൻ കളിക്കുന്നതാണേലും എന്നാ ആറ്റിറ്റ്യൂഡും ക്യാരക്ടർ ആണേലും വളരെ വളരെയായിട്ട് നമുക്ക് ഒരു പ്രത്യേക രസം തോന്നും, നമുക്ക് ഒരു ഇഷ്ടം തോന്നും. അപ്പം ഇന്നലത്തെ പിച്ചിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശാന്തനും, പിച്ചിൽ ഇറങ്ങി കഴിഞ്ഞ ഒരു പ്രാന്തനും. അതെ 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 അതെ. നമ്മുടെ വിജയിന്റെ ഒക്കെ, നമ്മൾ വിജയ് സിനിമ കാണുന്ന പോലെ വിജയ്ക്ക് അഭിനയിക്കുമ്പം അതുപോലെയാണ്. അപ്പം ഇന്നലത്തെ ആ ഒരു യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് യെല്ലോ കാർഡ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അതൊരു റെഡ് കാർഡ് ആയിരുന്നു. ബ്രോയ്ക്ക് എന്താ തോന്നിയത്? പ്രീമിയർ ലീഗ് ടേംസ് റെഡ് കാർഡ് ആയിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ടേംസിലാണ് ഞാനൊരു 75% കൺവിൻസ്ഡ് ആയിരുന്നു അത് റെഡ് കാർഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ഞാൻ അത് 75 to 80 ഞാൻ എന്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് വാസ് പ്രീമിയർ ലീഗ് കണ്ണും പൂട്ടി റെഡ് ഞാൻ ഉറപ്പിച്ചു. പിന്നെ VR ഒന്നും ചിന്തിക്കേ വേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. പിന്നെ ഇതില് റഫ് അത്രയും ടൈം എടുത്തല്ലോ. ലൈക്ക് അവിടം വരെ പോയി ടൈം എടുക്കുന്ന കണ്ടപ്പം ഐ ഫെൽറ്റ് ചാമ്പ്യൻസ് ലീഗ് ആണ്. സോ കുറച്ച് ലിബറൽ ആണെന്ന് എനിക്ക് അറിയായിരുന്നു. സോ കിട്ടാതിരിക്കും. പക്ഷെ ദാറ്റ് ചാലഞ്ച് വാസ് ഓൾമോസ്റ്റ് എ റെഡ് കാർഡ്. ഷുവർലി അത് റെഡ് കാർഡ് ആണ്. ഹി ഷുഡ് ഒരു ഒറ്റ ഇതിനകത്ത് എനിക്ക് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് യെല്ലോ കൊടുത്തത് എനിക്കൊരു ഡൗട്ട്. അത് ഒരു യെല്ലോ ഡിസർവിങ് ആയിരുന്നു എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം അത് എത്ര യെല്ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മേ ബി അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ രണ്ടാമത്തെ ആ ഒരു ടാക്കിൾ യെല്ലോ
കൊടുക്കാതിരുന്നത് എന്ന് എനിക്ക് പിന്നീട് തോന്നി. ബട്ട് അതിന് രണ്ടാമത്തെ ടാക്കിൾ ഓൾമോസ്റ്റ് ഒരു ഓറഞ്ച് ലെവൽ സിറ്റുവേഷനിൽ പോവാം. കാരണം മോർ ദാൻ ഹൈ എൻഡ് എന്നൊക്കെയുള്ള രീതിയിൽ പറയാം. യെസ്, അതെനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പൊ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. ഈവൻ ഏർലി ആയിട്ട് തന്നെ സബ് ചെയ്തു. അതെനിക്ക് നല്ല ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഐ ഫെൽറ്റ് ബാഡ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പം കോൺഫിഡൻസ് ഇല്ലായ്മ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ ഇന്നലത്തെ ആ ഗെയിം സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം മീൻസ് ആ സമയത്ത് അവന്റെ അത് കഴിഞ്ഞ ഉടനെ വി ഹാഡ് സ്കോർഡ് അറൌണ്ട് 3. നമ്മൾ ഓൾറെഡി 3 ഉണ്ടായിരുന്നു. 3 ഗോൾ അടിച്ചിട്ടിരിക്കുവായിരുന്നു. ആ സമയത്തായിരുന്നു അവനെ സബ് ചെയ്തത്. പിന്നെ ഞാൻ ഇന്നലെ കേട്ടത് ഓഡെഗാർഡിന്റെ കമന്റ്സ് കേട്ടതെന്ന് വെച്ചാൽ അത് അവൻ നല്ല രീതിക്കാണ് എടുത്തത്. കാരണം അതൊരു ടീം അതാണ്. അപ്പം അവനത് നല്ല രീതിക്ക് എടുത്തുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. അപ്പൊ എന്താ പിന്നെ ഓൾസോ ദ സിറ്റുവേഷൻ കൂളായിരുന്നു. അതും വേറൊരു കാര്യമാണ്. സിറ്റുവേഷൻ അത്ര ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം വന്നത്. ഇപ്പൊ ലെറ്റ്സ് സേ 0-0 അല്ലെ 1-0 മാത്രമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അവനെ സബ് ചെയ്തതിൽ കുഴപ്പമില്ല എന്ന് തോന്നി. ഇതിപ്പോ 3-0 നിന്നപ്പം അവന് കുറച്ച് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ പോലെ കൂടുതൽ ടാക്കിൾസ് ഇനി ഒന്നും വേണ്ട എന്നുള്ള സീനിൽ ഒന്ന് വിട്ടിരുന്നെങ്കിൽ ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇഫ് ഇറ്റ് വുഡ് ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ മച്ച് ബെറ്റർ എന്ന് ഫീൽ ചെയ്തേനെ. കാരണം ആ ഒരു കോൺഫിഡൻസ്, ഒരു പ്ലെയറിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവല്ലോ, ഇനി ഞാൻ ചെയ്യാതിരുന്നാ മതി എന്നുള്ള സീൻ. പെട്ടെന്ന് ഒരു അയ്യോ ഞാൻ ഇത് ചെയ്തുകൊണ്ടാണോ അടുത്ത പ്രാവശ്യം ഇനി എന്നെ ഇറക്കോ, അങ്ങനത്തെ ഒരു തോട്ട്സ് വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഇത്. അതെ അതെ. അല്ല അത് എനിക്ക് ഈ പറഞ്ഞ പോലെ അത് എനിക്ക് പേഴ്സണലി നല്ല ഡിസിഷൻ ആയിട്ട് തോന്നി. കാരണം അത് റിസ്ക് എടുക്കണ്ട. വെറുതെ ഒരു കാർഡ് ഇൻ കേസ് ടാർഗറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ എന്തായാലും അവനെ ടാർഗറ്റ് ചെയ്തായിരിക്കും അവർ കളിക്കുന്നത്. സോ ഇൻ കേസ് ഒരു യെല്ലോ അത് വെറുതെ ഒരു റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് മാച്ച് പോകും. വെറുതെ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി. സോ ഗുഡ് തിങ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ അത് നല്ലൊരു കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് കാർഡ് വന്നു, അത് ഇതായി, പിന്നെ അവന് റെഡ് കാർഡ് പിന്നെയും കിട്ടിയില്ലേ. അതെ, ഇൻ കേസ് റെഡ് കാർഡ് മെന്റലി മൊത്തം ഡൗൺ ആവാതിരിക്കുന്നത് നല്ല കാര്യം. മൊത്തത്തിൽ ആ ഒരു ഫേസ് കുറച്ച്. പക്ഷെ എന്താ തോന്നിയ ഈ പറഞ്ഞ പോലെ അവൻ ഇനിയും, അതായത് ലൂയിസ് കെല്ലി ഇനിയും പഠിച്ച് വരുമല്ലോ. കാരണം ഒരു യങ്സ്റ്റർ ആണല്ലോ. അപ്പൊ ഇനി അത് ഓവർകം ചെയ്ത് മെച്ചുവർ ആയി വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ എടുത്തു പറയാൻ പറ്റിയ പെർഫോമൻസ്, ഓണറബിൾ മെൻഷൻ പോലെ നമുക്ക് ട്രോസാർഡിന്റെ കാര്യം പറയാം. ട്രോസാർഡ് വളരെ നല്ല ട്രോസാർഡിന്റെ ടച്ചും മൂവ്മെന്റും ഒക്കെ നല്ല ഫ്ലൂയിഡ് ആയിരുന്നു. മൊത്തത്തിൽ നല്ലൊരു ഗെയിം ആയിരുന്നു ട്രോസാർഡിന്റേത്. ആൻഡ് പാർട്ടി ഒരു ആവശ്യമില്ലാത്തൊരു യെല്ലോ കാർഡ് വാങ്ങിച്ചൊരു പെനാൽറ്റി കിട്ടി. അത് എക്സ്പെക്ടഡ് ആയിരുന്നു. ഒരു ഗോൾ നമ്മൾ കൺസീഡ് ചെയ്യുന്ന എനിക്കറിയാം. ഓൺലി തിങ് സർപ്രൈസ് നമ്മൾ ഗോൾ അടിച്ചു എന്നുള്ളതായിരുന്നു ഒരു സർപ്രൈസ്. സർപ്രൈസിങ് തിങ് ഒരു കാര്യം കൂടെ ഉണ്ട്, ആൻഡ് ഹാപ്പി തിങ്. ഓഡെഗാർഡ് 2 സ്കോർ ചെയ്തു, ഒരു അസിസ്റ്റും വന്നു. ഈവൻ ദോ ഹിസ് പെർഫോമൻസ് വാസ് നോട്ട് അപ് ടു ദ ലെവൽ. 2 ഗോൾ അടിച്ചു, ഒരു അസിസ്റ്റ്. അറ്റ്ലീസ്റ്റ് അത് വെച്ചെങ്കിലും ഒന്ന് കോൺഫിഡൻസ് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡെഫിനറ്റ്ലി അതെന്തായാലും ഞാൻ ഈ സീസൺ പുള്ളി ഓൾറെഡി പറഞ്ഞു. അതായത് ഞാൻ പേഴ്സണലി പുള്ളി അത്ര ഓഫ് ആണ് ഈ സീസൺ എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പം മാക്സിമം ട്രൈ ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഇഞ്ചറി കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്ലേയേഴ്സും സംഭവിക്കാവുന്നൊരു കാര്യമുള്ളൂ. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും മെസ്സിയും റൊണാൾഡോ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ആ ഒരു ഫേസ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഇനിയും നമ്മൾ പതുക്കെ കുറയ്ക്കണം. എല്ലാ പ്ലേയേഴ്സിനും അത്രയും പ്രോപ്പർ ആയിട്ട് നിൽക്കാനും പറ്റില്ല ഈ പറഞ്ഞ പോലെ. എനിവേ നമുക്ക് എന്താ പറയാ, ഇനിയിപ്പോ സെക്കൻഡ് ലെഗ് അറ്റ് ഹോം ആണ്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇനിയും നമ്മൾ ക്വാർട്ടറിലേക്ക് കടന്നു എന്ന് തന്നെ പറയാമല്ലേ. വേറെ അതിനകത്ത് അതല്ല പ്രശ്നം. സെമിയില് സെക്കൻഡ് ലെഗില് പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സ് ഇല്ല. അതാണ് പ്രശ്നം. പിന്നെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് എന്തായാലും പറയും. ഈ കാണുന്ന എല്ലാരും ഇത് മറ്റേ ഈ കളി ജയിച്ചത് കൊണ്ട് നമ്മൾ ആർസെനൽ തിരിച്ചു വന്നു എന്ന രീതിയിലേ അല്ല പറഞ്ഞ, ഇന്നലത്തെ ഗെയിം വെച്ച് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത്. കാരണം അത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകുന്നതും പഴയതുപോലെ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ബട്ട് ജസ്റ്റ് ഫോക്കസിങ് ഓൺ 7-1 വിക്ടറി. കാരണം നമ്മൾ ഇത്ര അറ്റാക്കേഴ്സ് ഒന്നും ഇല്ലാണ്ട് 7 ഗോൾ അടിച്ചല്ലോ എന്നുള്ള ആ ഒരു അന്താളത്തിലാണ് ആക്ച്വലി ഇരിക്കുന്നത്. അല്ലാണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഇല്ലാത്ത സീസണാണ്.
മാക്സിമം ഡീപ്പ് പോകാൻ നോക്കുക ചാമ്പ്യൻസ് ലീഗിൽ, ഒരു സെക്കൻഡ് ഫിനിഷ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം സെക്കൻഡിന് താഴെ വരാണ്ടിരിക്കാൻ നോക്കുക. ഓക്കെ, നമുക്ക് ഈ സീസൺ അങ്ങ് മറക്കാം നമുക്ക് എന്നിട്ട്. ആൻഡ് ക്വാർട്ടർ ഫൈനലിലായാലും ഇൻ കേസ് ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ ക്വാളിഫൈ ആയി എന്ന് കരുതുക. ഇപ്പം റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്കോർ കണ്ടു. ഇപ്പം ബെർണബോയിൽ 2-1 മാഡ്രിഡ് ജയിച്ചു. ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഒരു ലെഗ് കൂടെ ബാക്കിയുണ്ട്. ആരായിരിക്കും ബ്രോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? പ്രിഫറബിളി ഞാൻ റയലിനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കൺസിഡറിങ് ആ രണ്ട് ടീം നിൽക്കുമ്പോൾ റയലിനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അത് മേ ബി ലൈക്ക് റയലിന്റെ UCL പെർഫോമൻസോ ഒന്നും അല്ല എനിക്ക് റീസൺ റയലിനെ ചൂസ് ചെയ്യാൻ കാരണം. മോർ ഓപ്പൺ ഗെയിം ആയിരിക്കും. കാരണം ആർസെനലിന്റെ സ്ഥിതി വെച്ചിട്ട് ഓപ്പൺ ടീംസ് ആയിട്ട് ആർസെനൽ പെർഫോം ചെയ്യാൻ പറ്റും. ഈവൻ ദോ ജയിച്ചില്ലെങ്കിലും ജയിച്ചാലും ഇറ്റ് വിൽ ബി എന്താ ഒരു കാണാൻ പറ്റുന്ന ഒരു ഗെയിം അഫെയർ ആണത്. ഈ അത്ലറ്റിക്കോ ആകുമ്പോഴത്തേന് ഈ സ്ഥിരം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു, പറ്റുന്നില്ല, അവർ കൗണ്ടർ ചെയ്യാൻ നോക്കുന്നു. ആ ഒരു അവസ്ഥയിൽ പോയി അങ്ങനത്തെ ഒരു ബോറിംഗ് ഗെയിം വരാതിരിക്കാൻ. ബോറിംഗ് ഗെയിം എന്ന് ഉദ്ദേശിച്ചത് അത്ലറ്റിക്കോനെ ഡീഗ്രേഡ് ചെയ്യുന്നില്ല, ആർസെനലിന്റെ ബോറിംഗ് ഗെയിം പുറത്തോട്ട് കൂടുതൽ വരാതിരിക്കാൻ റയലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. ഓണസ്റ്റ്ലി ഇപ്പം നമ്മള് അങ്ങനെ ചിന്തിക്കുമ്പോ ഓക്കെ റയലാണ്. പക്ഷെ നമുക്കറിയാലോ, നമ്മൾ ഉപബോധ മനസ്സിനറിയാം അപ്പോഴും റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞ ആ ഒരു ടീം ചാമ്പ്യൻസ് ലീഗിൽ വരുമ്പോ അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലായിരിക്കും അവർ കളിക്കുന്നത് എപ്പോഴും. അതെപ്പോഴുള്ളതാണ്, സ്ഥിരമുള്ള ഒരു സംഭവമാണ്. മാഡ്രിഡിന് ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് ഇസ് എ ഡിഫറെന്റ് ഗ്രേവി. മാഡ്രിഡ് ഡിഫറെന്റ് ഗ്രേവി അല്ലെ. ബട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ട് കളിക്കുക. അതായത് നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ ഓവർ ഇത് ചെയ്യാണ്ട് കളിക്കുകയാണെങ്കിൽ മേ ബി ദർ ഇസ് എ ചാൻസ്. അത്ലറ്റിക്കോ ആയിട്ട് എനിക്ക് കിട്ടണ്ടെന്ന ആഗ്രഹത്തിന്റെ ഒറ്റ റീസണേ ഉള്ളൂ, 2 ടെററിസ്റ്റ് ഫുട്ബോൾ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈൻഡ് ഓഫ് ടെററിസ്റ്റ് ഫുട്ബോൾ ഐറ്റം ആയിരിക്കും. അതായത് സിമിയോണിയുടെ ഒരു ബ്ലോക്കും ആർട്ടറ്റയുടെ ഒരു മറ്റേ ബ്ലോക്കും. ഇതിനകത്ത് ബെസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ ആരായിരിക്കും ആ ഒരു മൊമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും. ബോർഫെസ്റ്റ് ഗെയിം ആയിരിക്കും. അല്ല, ബോർഫെസ്റ്റ് എന്നല്ല, നല്ല ഗെയിം തന്നെ ആയിരിക്കും. പക്ഷെ വേറൊരു സ്റ്റൈൽ ഓഫ് ഗെയിം ആയിരിക്കും. മെഡ്രിഡ് പോലത്തെ ഉള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഡെഫിനറ്റ്ലി എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലാണ്. ഒരു 3-4 വർഷം മുമ്പ് നമ്മളൊന്നും ഇതൊന്നും റയലിലും അത്ലറ്റിക്കോന്നും വരുന്ന ടീം തന്നെയാണോ കിട്ടാൻ പോകുന്നത്, അതോ വേറെന്തേലും അതിന് ഇതുണ്ടോ, ലൈക്ക് നറുക്കുണ്ടോ? ഇല്ല, റയൽ അത്ലറ്റിക്കോ നമ്മുടെ ഇതെന്ന് പറയുന്നത് റയൽ അത്ലറ്റിക്കോ. അത് കഴിഞ്ഞാൽ PSG, ലിവർപൂൾ, ആസ്റ്റൺ വില്ല, ബ്രൂസ് ജയിച്ചിട്ട് അങ്ങനെയാണ് സെമി ഫൈനൽ വരുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ സ്കോർ ലൈൻ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോണ ബി എന്താ ഒരു പ്രീമിയർ ലീഗ് ക്വാർട്ടർ ഫൈനൽ ഒരു സൈഡില് ചിലപ്പം ഇറ്റ്സ് ലൈക്ക് ചാൻസ് ഉണ്ട്. PSG ലിവർപൂൾ ആവാം. അത് ഇന്നാണല്ലേ. PSG ലിവർപൂളും നടന്നുകൊണ്ടിരിക്കുകയാണ്. PSG ലിവർപൂൾ. അപ്പൊ അവിടെ ഒരു ഇംഗ്ലീഷ് ക്വാർട്ടർ ഫൈനൽ വരാം. ലിവർപൂൾ ആസ്റ്റൺ വില്ല ക്വാർട്ടർ ഫൈനൽ വരാം. കണ്ടിട്ട് മോസ്റ്റ്ലി ആസ്റ്റൺ വില്ല ക്വാർട്ടർ ഫൈനലിലോട്ട് കയറും എന്ന് തന്നെയാണ്. കാരണം ഉനായ് എമറി നോസ്, ആ ഒരു നോക്കൌട്ടിൽ ഉനായ് എമറി വളരെ നല്ല രീതിക്ക് കോച്ച് ചെയ്യുന്ന ഒരു മാനേജറാണ്. ഓൾസോ പിന്നെ ഈ പറഞ്ഞ പോലെ PSG ലിവർപൂൾ ഒരു ടൈറ്റ് മത്സരമായിരിക്കും. കാരണം PSG ഹോട്ട് ഫോമിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അവർക്ക് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് അവർ സൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് മാച്ച്. അപ്പം നമുക്ക് എന്നാൽ പതുക്കെ വേറൊന്നും പറയാനില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് സൺഡേ യുണൈറ്റഡ് ഗെയിം വരുന്നുണ്ട്. നമുക്ക് യുണൈറ്റഡ് ഗെയിമിനെ കുറിച്ച് ഗെയിം കഴിഞ്ഞൊരു ചർച്ച നടത്താം. അപ്പൊ നമുക്കൊന്നുകൂടെ വീണ്ടും കാണാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ ഫോർ ജോയിനിങ്. അപ്പൊ നമുക്ക് ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. യെസ്, താങ്ക് യു ഗൈസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് പരിഗണിക്കുക. അപ്പം നമ്മൾ ഇനിയും നെക്സ്റ്റ് യുണൈറ്റഡ് മാച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കാം. ആ സമയത്ത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്നറിയില്ല. ബട്ട് ലെറ്റ്സ് സീ, ലെറ്റ്സ് ഹോപ്പ് ഫോർ എ വിൻ. അപ്പം യെസ്, ഇനി കാണുന്നവരെ കം ഓൺ യു ഗൈസ്.